നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന നടപ്പന്തലിന്റെ ശിലാസ്ഥാപനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. നിയന്ത്രണം വിട്ട് ടാറ്റ സുമോ വഴിവിളക്കുകാലിൽ ഇടിച്ച് 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ദേശീയപാതയിൽ പോട്ട സിഗ്നലിന് സമീപം 11:15 സംഭവം. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 19, 20 തീയതികളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ തൃശൂർ അടക്കമുള്ള ജില്ലകൾക്കാണ് മുന്നറിയിപ്പ്. വഖഫ് ഭേദഗതി നിയമം ഭരണഘടനാപരമായി നിലനിൽക്കുന്നതല്ല എന്ന് ദക്ഷിണ കേരള ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി അലിയാർ ഖാസിമി അഭിപ്രായപ്പെട്ടു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് എറിയാട് വഖഫ് സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ രാജ്യത്തെ ഭിന്നിപ്പിന്റെ പ്രതിനിധികളായ ഈ രാജ്യത്തെ ഭൂരിപക്ഷ ജനതയുടെ പിന്തുണയില്ലാത്ത 100 ആൾ വോട്ട് ചെയ്താൽ, നമുക്കറിയാമല്ലോ നമ്മുടെ ഭരണാധികാരികളുടെ സ്ഥിതി, 100 ആൾ വോട്ട് ചെയ്താൽ, എല്ലാവരും വോട്ട് ചെയ്യാറില്ല രാജ്യത്ത്. 140 കോടിയുടെ പ്രധാനമന്ത്രി വീമ്പ് പറയുമ്പോ 140 കോടി വോട്ടൊന്നും കൊടുത്തിട്ടല്ല അദ്ദേഹത്തിന്. ഒരു 80-85 കോടി വോട്ട് തന്നെ ചെയ്യാറുള്ളൂ. കാരണം 50 അല്ലെങ്കിൽ 55% വോട്ട് ചെയ്യുള്ളൂ. എല്ലാവരും വോട്ട് കിട്ടി പ്രധാനമന്ത്രി ആകുന്നതല്ല. ഈ വോട്ട് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ തന്നെ 100 പേർ വോട്ട് ചെയ്യുമ്പോൾ 35 പേര് വോട്ട് അങ്ങോട്ട് കിട്ടിയിട്ടുള്ളൂ. ബാക്കി 65 പേര് നിങ്ങൾ പ്രധാനമന്ത്രി ആകണം വോട്ട് ചെയ്താൽ. എറിയാട് പേ ബസാർ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലിയിലും അഴീക്കോട് 4 സീസൺ ഓഡിറ്റോറിയത്തിൽ ചേരുന്ന പൊതുസമ്മേളനത്തിലും സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ പങ്കെടുത്തു. സമ്മേളനം കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി ഉദ്ഘാടനം ചെയ്തു. എറിയാട് പഞ്ചായത്ത് മഹല്ല് ഏകോപന സമിതിയുടെയും വഖഫ് സംരക്ഷണ സമിതിയുടെയും ചെയർമാൻ AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് അസ്ലം, ജനറൽ കൺവീനർ NM നൌഷാദ്, MA സുലൈമാൻ എന്നിവർ സംസാരിച്ചു. വിവിധ ജുമാ മസ്ജിദുകളിലെ ഇമാമുമാർ, മഹല്ല് ഭാരവാഹികൾ, സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന നടപ്പന്തലിന്റെ ശിലാസ്ഥാപനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. ഉപദേശക സമിതി പ്രസിഡന്റ് രാജേഷ് ആറേലി അധ്യക്ഷത വഹിച്ചു. ആലുവ AE ബിന്ധ്യ, സബ് ഗ്രൂപ്പ് ഓഫീസർ അനീഷ, ഉപദേശക സമിതി വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ, സെക്രട്ടറി ഷീല ദിനേശൻ, രവി പുഞ്ചപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ഇവിടെ 3 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഇവിടെ രാജേഷ് പറഞ്ഞു. വില്ലുമംഗലം സ്വാമിയുടെ പ്രതിഷ്ഠ. വില്ലുമംഗലം സ്വാമി ആരായിരുന്നു, എന്തായിരുന്നു എന്ന് ഈ പ്രതിഷ്ഠ എനിക്ക് തോന്നുന്നു തിരുവിതാംകൂർ ദേവസ്വം വില്ലുമംഗലം സ്വാമിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ്. അവിടെ ഞാനിത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ആ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം ഈ ക്ഷേത്രത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു വളർച്ചയും പുരോഗതിയും ഐശ്വര്യവും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഓരോ മാറ്റങ്ങളാണ്. ഇവിടെ പറഞ്ഞ 31 പ്രോജക്റ്റുകളാണ് ഇപ്പോൾ ഇവിടെ ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും നിറഞ്ഞ മനസ്സും സമർപ്പണവും അർച്ചനയും ഉള്ളതുകൊണ്ടാണ്. അതിനെല്ലാം കോരിയെടുത്ത് ഭഗവാന്റെ, നേരത്തെ രാജേശ്വരൻ പറഞ്ഞതുപോലെ ഭഗവാന്റെ ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ശ്രീ രാജേഷും അതിന് നേതൃത്വം നൽകുന്ന ഉപദേശക സമിതി ഇവിടെയുണ്ട്. തൃശൂർ പൂരം കലങ്ങിയിട്ട് ഇന്നേക്ക് 1 വർഷം തികയുമ്പോഴും എങ്ങും എത്താതെ അന്വേഷണം. വിവാദമായ പൂരം അട്ടിമറി ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ ഇടതുമുന്നണിക്കുള്ളിൽ നിന്ന് ഉയർന്നത് വ്യാപക പ്രതിഷേധമാണ്. ഒടുവിൽ പ്രഖ്യാപിച്ച ത്രിതല അന്വേഷണം മെല്ലെപ്പോക്കിലാണ്. എഴുന്നള്ളിപ്പ് തടഞ്ഞും പൂരപ്രേമികളെ ലാത്തി വീശി ഓടിച്ചും പൂരനഗരി ബാരിക്കേഡ് വെച്ച് കെട്ടിയടച്ചും പോലീസ്.
ആനകൾക്ക് തീറ്റയുമായി വന്ന ജീവനക്കാരെ പോലും ബലം പ്രയോഗിച്ച് നീക്കി. എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. പുലർച്ചെ നടക്കേണ്ട വെടിക്കെട്ട് 4 മണിക്കൂർ വൈകി നടന്നത് പകൽ വെളിച്ചത്തിൽ. പൂരം കലങ്ങിയതിനും പൂരനഗരിയിലേക്കുള്ള തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ആംബുലൻസിലെ എൻട്രിക്കും തമ്മിൽ ബന്ധമുണ്ടെന്നായിരുന്നു പ്രധാന ആക്ഷേപം. തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ താമര വിരിയാൻ കാരണം പൂരം കലക്കലാണെന്ന് CPI ഇപ്പോഴും വിശ്വസിക്കുന്നു. പൂരം കഴിഞ്ഞ 1 വർഷമായിട്ടും കലക്കലിന് പിന്നിലെ ഗൂഢാലോചനക്കാരെ കണ്ടെത്തിയില്ല. തിരുവമ്പാടി ദേവസ്വത്തെ വിമർശിക്കുന്ന റിപ്പോർട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പേരെടുത്തു പറഞ്ഞില്ല. അജിത് കുമാറിനെ രൂക്ഷമായി കുറ്റപ്പെടുത്തി DGP റിപ്പോർട്ട് തള്ളി. സ്ഥലത്തുണ്ടായിരുന്ന അജിത് കുമാർ എന്ത് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു DGPയുടെ ചോദ്യം. അജിത് കുമാറിന്റെ പങ്കിനെക്കുറിച്ചുള്ള DGPയുടെ അന്വേഷണവും ഗൂഢാലോചനയിലെ ക്രൈംബ്രാഞ്ച് അന്വേഷണവും ഒന്നുമായില്ല. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. നിയന്ത്രണം വിട്ട് ടാറ്റ സുമോ വഴിവിളക്കുകാലിലിടിച്ച് 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ദേശീയപാതയിൽ പോട്ട സിഗ്നലിന് സമീപം 11:15ഓടെയായിരുന്നു സംഭവം. ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വഴിവിളക്ക് കാലിലിടിച്ച് നിൽക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്നും കുട്ടി റോഡിലേക്ക് വീണു. നാട്ടുകാരെത്തിയാണ് അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ചത്. ഊരകം സ്വദേശികളായ ചീരോത്ത് വീട്ടിൽ രാജേഷ് 38 വയസ്സ്, നാലുപുരയ്ക്കൽ സുമേഷ് ഭാര്യ വിപിന 28 വയസ്സ്, നാലുപുരയ്ക്കൽ വീട്ടിൽ സിദ്ധാർത്ഥൻ 75 വയസ്സ്, സിദ്ധാർത്ഥന്റെ ഭാര്യ മല്ലിക 58 വയസ്സ്, നാലുപുരയ്ക്കൽ അനീഷ് ഭാര്യ സന്ധ്യ 25 വയസ്സ്, അനീഷ് മകൻ 2.5 വയസ്സുകാരൻ ജ്ഞാനവ്, 4 വയസ്സുകാരൻ ജാൻവി, കുന്നംകുളം കോഴിപ്പറമ്പിൽ പ്രവീൺ മകൻ ആരാധ്യ 8 വയസ്സ്, ആധ്യാത്മിക 2 വയസ്സ്, സിനി 30 വയസ്സ് എന്നിവർക്കാണ് പരിക്കേറ്റത്. മീഡിയ ടൈം, ചാലക്കുടി. നാളെ ഈസ്റ്റർ. ക്രൈസ്തവർ ഈസ്റ്ററിനെ വരവേൽക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. 50 ദിവസം നീണ്ടുനിന്ന നോമ്പാചരണവും പ്രാർത്ഥനയ്ക്കും ശേഷമാണ് ഈസ്റ്റർ ആഘോഷങ്ങൾ. ഈസ്റ്റർ ആഘോഷത്തിന്റെ ഭാഗമായി നാളെ വിവിധ ദേവാലയങ്ങളിൽ കുർബാനകളും ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളും ദിവ്യബലിയും നടക്കും. ക്രൈസ്തവ ഭവനങ്ങളിൽ രുചികരമായ ഭക്ഷണങ്ങൾ ഒരുക്കി ആളുകൾ ഒത്തുചേരും. ഗാഗുൽത്ത മലയിലെ കുരിശിൽ മരിച്ച യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ അനുസ്മരണമായാണ് ലോകമെങ്ങുമുള്ള ക്രിസ്തുമത വിശ്വാസികൾ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. മണിക്കൂറിൽ മഴയ്ക്കും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ക്ഷേത്രത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന നടപ്പന്തലിന്റെ ശിലാസ്ഥാപനം നടന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ശിലാസ്ഥാപനം നിർവഹിച്ചു. നിയന്ത്രണം വിട്ട് ടാറ്റ സുമോ വഴിവിളക്കുകാലിലിടിച്ച് 9 പേർക്ക് പരിക്ക്. ചാലക്കുടി ദേശീയപാതയിൽ പോട്ട സിഗ്നലിന് സമീപം 11:15ഓടെയായിരുന്നു സംഭവം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.